ഹായ്. മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്നൊരു ഇടത്തേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര കേട്ടോ. സമാധാനവും സന്തോഷമൊക്കെ നിറഞ്ഞുള്ള കുറച്ച് ദിവസങ്ങളൊന്ന് ആഘോഷിക്കാൻ വേണ്ടി പോകണം. എങ്ങോട്ടാണെന്നല്ലേ? UK to ഇന്ത്യ. നമ്മളിപ്പോ നാട്ടിലോട്ട് പോവാണ് കേട്ടോ ഗൈസ്. ഈ വർഷത്തെ നാട്ടിലുള്ള പോക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവരും വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ സർപ്രൈസ് ആവുമെന്ന് നമുക്കറിയില്ല, എന്നാലും നമുക്ക് വഴിയേ കാണാം. ഓക്കെ, ബൈ, സി യു. നമ്മുടെ വീട്ടിൽ നിന്ന് ട്രെയിനിലാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. നമ്മൾ എയർപോർട്ടിലെത്തിയേക്കാണ്. മോർണിംഗ് നമ്മളൊരു 9:30 കൂടി തന്നെ എയർപോർട്ടിലെത്തിയിട്ടോ. 1:45 നമ്മുടെ ഫ്ലൈറ്റ്. സോ നമ്മളെല്ലാവരും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ്. നമ്മൾ കുഞ്ഞുമണീസ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഫാമിലി, അനീഷേട്ടനും ഇച്ചീച്ചിയും നീലിക്കുട്ടനും പിന്നെ നമ്മളും. അങ്ങനെ ഒരു ഫാമിലി വൈബ് തന്നെയായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. അടിപൊളിയായിരുന്നു നമ്മുടെ ഒരു ഫ്ലൈ എന്ന് പറയുന്നത്. ഭയങ്കര ബോറടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ലോങ് ഫ്ലൈയില്. ഒരു 12 hours ഒക്കെ ഇരിക്കാന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പക്ഷേ ഈ 2 കുട്ടിമണികളുള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ വീട്ടിലെത്തിയേക്കാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷാനിയുടെ ഫാമിലിയും അതുപോലെ എൻ്റെ ഫാമിലിയൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആയി. പെട്ടെന്ന് ആള് പ്രതീക്ഷിച്ചില്ലല്ലോ, നമ്മളങ്ങനെ പോകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എൻ്റെ കുട്ടീനെ 4 മാസം മുന്നേ കണ്ടതാണ്. പക്ഷെ എന്നാൽ കൂടി അവളുടെ കളിയും അവളുടെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവർക്കും. അതോടുകൂടി തന്നെ ഞങ്ങൾക്കും അതൊക്കെ കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മമ്മി കരഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കണ്ടിരുന്നില്ല, ആനന്ദാശ്രു. അന്നേ ദിവസം തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ഹനിയും ഷെറിനും കൂടെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമാവിനെയൊക്കെ കണ്ടു. നല്ലൊരു ദിവസമായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ചെന്ന് എവിടേക്കാണെന്നറിയോ? ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഫുള്ള് ടാനടിച്ച് പണ്ടോറടങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ബ്യൂട്ടീഷ്യനൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ പയ്യെ പോവാണ്. ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ ബ്രദറും ഞങ്ങൾ കൈയോടുകൂടി പൊക്കി. ഞങ്ങൾ ജസ്റ്റ് വീട്ടിലോട്ട് സർപ്രൈസ് ആയിട്ട് പോകുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് വന്നതാണ്. അങ്ങനെ ആ ഒരു സർപ്രൈസ് അവിടെ പൊളിഞ്ഞു ഗൈസ്. അവൻ അവിടെ വെച്ച് ഞങ്ങളെ കണ്ടു. പിന്നെ വീട്ടിലെത്തി. നമ്മുടെ റിയാക്ഷൻ എടുക്കാനായിരുന്നു അടുത്തൊരു നമ്മുടെ ഒരു ആഗ്രഹം. അമ്മ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അവനെ കുട്ടിയാണ് ഭയങ്കര സന്തോഷമായി. 2 മക്കൾക്കും എന്താ പറയാ, ഭയങ്കര എപ്പോഴൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ. ഇവരൊക്കെ ഇങ്ങനെ കൈ കിട്ടാനും കളിപ്പിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ. വീട്ടിലെ അച്ഛനും ചേട്ടനും എല്ലാവരും സ്റ്റക്കായി നിന്ന് പോയി. കാരണം പ്രതീക്ഷിച്ചിട്ടില്ല അവരാരും. പെട്ടെന്നുള്ള ഒരു എൻട്രി ഞങ്ങളെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ ഈ സമയത്ത് പോവാൻ തന്നെ കാരണം ഇതാണ്. ഞങ്ങളുടെ ഭാഗത്ത് വേല എന്നാ പറയാ, ചിലയിടത്തൊക്കെ പോരെന്നൊക്കെ പറയും, ഉത്സവം എന്നൊക്കെ. ഞങ്ങൾ കല്ലിങ്ങൽപ്പാടം വേല, അതുപോലെ തന്നെ ഇളനാട് വേല, ഈ 2 വേലകള് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തിയിട്ട്. വൈബ് എന്ന് പറഞ്ഞാൽ വൈബോട് വൈബായിരുന്നു. കാരണം നെയ്ക്കുട്ടിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അതുപോലെ തന്നെ അവളെ കണ്ടതിന്റെ സന്തോഷത്തിൽ, അവളെ കൂടെ ഉള്ളതിന്റെ സന്തോഷം നമ്മുടെ ഫാമിലി എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തലേ ദിവസമായിരുന്നു, അതായത് 27-നായിരുന്നു നമ്മുടെ വേലയോടനുബന്ധിച്ചുള്ള ഗാനമേള ഉണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ ആഘോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോഷൂട്ടിന്റെ അടുത്ത ഭാഗമാണ് കാണുന്നത്. അത് കഴിഞ്ഞത് ഫുൾ വൈബിങ് ആണ്, ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. ആ ദിവസം അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും കാത്തിരുന്ന് കാണുക പറയില്ലേ, ആ ഒരു വൈബിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി കുട്ടനെ കണ്ടപ്പോൾ. ഇനി അടുത്ത ഭാഗം നെക്സ്റ്റ് വീട്ടിലേക്ക്